വർഷം 1983 അന്നത്തെ ലോകകപ്പ്. അന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാല് ക്രിക്കറ്റ് ഭൂപടത്തിൽ വെറുമൊരു പേര് മാത്രമാണ്. ആരും ഗൗനിക്കാത്ത, ആദ്യ റൗണ്ടിൽ തന്നെ തോറ്റു മടങ്ങുമെന്ന് എല്ലാവരും വിധി എഴുതിയ ഒരു ടീം. പക്ഷേ ആ ടീമിനെ നയിക്കാൻ ഹരിയാനയിൽ നിന്ന് ഒരു കരുത്തനെത്തിയിരുന്നു. പേര് കപിൽ ദേവ്. സിംബാബ്വെക്കെതിരായ നിർണായകമായ മത്സരത്തെക്കുറിച്ച് അറിയാമോ? വെറും 17 റൺസിന് ഇന്ത്യയുടെ 5 വിക്കറ്റുകൾ വീണു. സ്റ്റേഡിയത്തിലെ കാണികൾ പോലും നിരാശരായി മടങ്ങി തുടങ്ങിയ ഒരു നിമിഷമായിരുന്നു അത്. പക്ഷേ പാഡ് അണിഞ്ഞ് ക്രീസിലേക്ക് ഇറങ്ങിയ കപിൽ ദേവ് ആ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതൊരു അവസാനമല്ല, ഇതൊരു തുടക്കം മാത്രമാണെന്ന്. അന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് അടിച്ചു കൂട്ടിയത് 175 റൺസാണ്. അത് വെറും ഒരു സ്കോർ അല്ലായിരുന്നു, തകർന്നുപോയ ഒരു രാജ്യത്തിന്റെ ആത്മവിശ്വാസം കൂടിയായിരുന്നു അന്ന് കപിൽ ദേവ് അടിച്ചുകൂട്ടിയ ആ കൂറ്റൻ റൺസ്. ഫൈനലിലേക്ക് എത്തിയപ്പോ ലോകം വിറപ്പിക്കുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ ഉയർത്തിയത് വെറും 183 റൺസ്. വിവിയൻ റിച്ചാർഡ്സിനെ പോലെയുള്ള അതികായന്മാർ ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ തോൽക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. പക്ഷേ ലുങ്കാസ് ഗ്രൗണ്ടിൽ കപിൽ ദേവ് തന്റെ ടീമിനോട് പറഞ്ഞു, നമ്മൾ ജയിക്കാൻ വന്നവരാണെന്ന്, പോരാടാൻ ഇറങ്ങിയവരാണെന്ന്. വിവിയൻ റിച്ചാർഡ്സിന്റെ ക്യാച്ച് എടുക്കാൻ കപിൽ ദേവ് പിന്നിലേക്ക് ഓടിയ ആ നിമിഷം ഉണ്ടല്ലോ, അത് ആ പന്തിന് പിന്നാലെയുള്ള ഓട്ടമായിരുന്നില്ല, കോടിക്കണക്കിനുള്ള ഇന്ത്യക്കാരുടെ സ്വപ്നത്തിന് പിന്നാലെയുള്ള ഓട്ടമായിരുന്നു. അന്ന് ആ കപ്പ് ഉയർത്തിയപ്പോൾ ഇന്ത്യ വെറും ഒരു വിജയിയല്ല, ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന പോരാളിയായി കൂടി മാറുകയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഇന്ത്യൻ ടീം അനായാസം ജയിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണല്ലേ. പക്ഷേ ഈ വിജയത്തിന്റെ വേരുകൾ കിടക്കുന്നത് അന്ന് കപിലും കൂട്ടരും കാണിച്ച ആ വിട്ടുകൊടുക്കാത്ത മനസ്സിലാണ്. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതവും. നമ്മുടെയൊക്കെ ജീവിതത്തിലും വലിയ പ്രതിസന്ധികളൊക്കെ വരും. എല്ലാം കൈവിട്ടു പോയി, എല്ലാം തീർന്നു എന്നൊക്കെ തോന്നുന്ന നിമിഷങ്ങൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാകും. പക്ഷെ അവിടെയാണ് നമ്മൾ കപിൽ ദേവിന്റെ ആ വാക്കുകൾ ഓർക്കേണ്ടത്. അതായത്, വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തോൽവി എന്ന ഭയത്തെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഇല്ലാതാക്കുക. അതെ, തോൽക്കുമെന്ന പേടി മാറുമ്പോഴാണ് നമ്മൾ ശരിക്കും ജയിച്ചു തുടങ്ങുന്നത്. ലോകം മുഴുവൻ നമുക്കെതിരാണെന്ന് തോന്നിയാൽ നമ്മുടെ ഉള്ളിലെ കപിൽ ദേവിനെ നമുക്ക് ഉണർത്താം. തിരിച്ചടികളേറ്റ് പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ നമുക്കുള്ളിലെ സഞ്ജു സാംസനെ നമുക്ക് മുറുകെ പിടിക്കാം. ആത്മവിശ്വാസം എന്ന ആയുധം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എത്രയൊക്കെ പരാജയപ്പെട്ടാലും, എത്രയൊക്കെ ഒഴിവാക്കപ്പെട്ടാലും ഒരു നാൾ ആ കപ്പ് നമ്മുടെ ജീവിതത്തിൽ എത്തും. ജീവിതത്തിൽ ആ കപ്പ് നമ്മൾ ഉയർത്തുക തന്നെ.